കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് നമുക്കൊരു കറി വെച്ചാലോ? വാഴച്ചുണ്ട് കൊണ്ട് ഇറച്ചി കറി വെക്കുന്നവിടെ വെച്ചാലോ? അപ്പം നിങ്ങളും വാ, നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വേണ്ട സാധനങ്ങൾ: ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, കരിയാപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, പിന്നെ മെയിൻ താരൻ ചുണ്ട്, 2 ചുണ്ടെടുക്കുക. പച്ചരി വേണം. പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം ഒന്ന് ചെറിയ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വാഴച്ചുണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് ശരിക്കും ഒന്ന് വേവട്ടെ കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ നോക്ക്, നമ്മുടെ ചുണ്ട് റെഡിയായി. ഇതിൻ്റെ പൂവെല്ലാം ഇങ്ങനെ അടുത്തിയെടുക്കണം. ഭയങ്കര ചൂടാണ്. പൂവെല്ലാം കിള്ളിയെടുത്ത് നമ്മുടെ പൂവിൻ്റെ ഇത് നുള്ളിക്കളയണം. ഇതെടുത്ത് കളയണം. കാണുന്നില്ലേ? ഈ സാധനം എടുത്ത് കളയണം കേട്ടോ. ഇത് അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നന്നായിട്ട് അറിയണം കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ച് കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം എടുക്കാം നമുക്ക്. അരച്ചത് ഇപ്പം എല്ലാവരും മിക്സിക്കകത്തൊക്കെയല്ല അരയ്ക്കുന്നത്. നമ്മളും അങ്ങനെ കേട്ടോ. പിന്നെ ഇതിന് അധികം വെള്ളമൊന്നും പാടില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാം പാകത്തിന് അരയ്ക്കണം. പിന്നെ ഇഷ്ടമുള്ളവർക്ക് മിക്സിയിൽ അരയ്ക്കാം കേട്ടോ. ഇതിൻ്റെ ഇത് എൻ്റെ പപ്പേൻ്റെ അമ്മ പറഞ്ഞു തന്ന കൂട്ടായത്. അമ്മ വന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞു തന്നാൽ പണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു നോമ്പ് കാലത്ത് കറി വെച്ചോണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ട് നമുക്ക് വെച്ചുകൂടാ? നമുക്കത് ഒന്ന് പറഞ്ഞു തന്നപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് എങ്ങനെ ചെയ്തു. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി സാധനങ്ങൾ ചേർക്കാം. പിന്നെ നമ്മൾ അരച്ചെല്ലാം വെച്ച് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. നമുക്ക് ശരിക്കും ഒന്ന് കുഴക്കട്ടെ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയെ, അങ്ങനെ നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാൻ വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് വറുക്കണം. വറുത്ത് പോരാം. അങ്ങനെ നമ്മൾ അത് വറുത്ത് കോരി അതിൻ്റെ അകത്തേക്ക് എണ്ണ മാറ്റിയിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇടണം. ഉള്ളി ഒന്ന് വാടി വന്നിട്ട് ഇതാക്കിടാം. ഉള്ളി അങ്ങനെ വാടി വരും. ഇച്ചിരി ഉപ്പിട്ടേക്കാം നമുക്ക്. അങ്ങനെ ഉള്ളി വാടിയേ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് ഇളക്കാം. അതിലേക്ക് പച്ചമുളക് ഇടാം. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. കാണുന്നില്ലേ പോലെ ഉള്ളി വാടി വന്ന് ഇനി നമുക്ക് കരിയാപ്പില കുറച്ചിടാം. ഇനി നമുക്ക് നമ്മുടെ മസാലകളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അമ്മമാർക്കൊക്കെ ഇച്ചിരി എരിവ് കുറച്ച് മതി. കാരണം അധികം എരിവൊന്നുമില്ല. പച്ചമുളകൊക്കെ ഇട്ടല്ലോ. മല്ലിപ്പൊടി ഒരു നമ്മൾ സാധാരണ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഗരം മസാല 1 സ്പൂൺ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മസാലകൾ മൂത്ത്. ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ചപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചായിരുന്നല്ലോ. ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. കുറുകിയിരിക്കില്ല, അപ്പം ഇച്ചിരി ലൂസാക്കട്ടെ. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഇടണം നമുക്ക്.
ഇതെല്ലാം കൂടി ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ കറി നോക്കട്ടെ. സെറ്റായി കേട്ടോ, എല്ലാം നല്ല കണ്ടീഷനായി. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഇടുന്നത് ഞാൻ പറയാൻ മറന്നു പോയില്ലേ, പെരിഞ്ജീരകം വേണമായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ 2 പെരിഞ്ജീരകം ഇടണം, ഒന്ന് കടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് കരിയാപ്പിലയും കൂടി ഇട്ട് റെഡിയാക്കാം. അപ്പോൾ മമ്മി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കമ്മി. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ, നല്ല അടി. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ തന്നെ എല്ലാവരും വെച്ച് കറി വെച്ച് കൂട്ടിയിട്ട് നല്ല അഭിപ്രായങ്ങൾ നല്ല കമൻറ്റുകളും വിടുക. താങ്ക് യു.